എസ്.കെ. പൊറ്റക്കാടിന്റെ ചന്ദ്രകാന്തത്തിൽ വെച്ചാണ് എം.ടി. ബഷീറിനെ പരിചയപ്പെടുന്നത്. എന്റെ ഉപ്പൂപ്പാക്ക് ഒരാന ഉണ്ടായിരുന്ന് നാടകമാക്കാനുള്ള ഒരുക്കത്തിനിടെ നൂലൻ വാസു എന്ന പേര് കണ്ടപ്പോഴേ കിട്ടി. കഠാര വാസു തുടങ്ങി എണ്ണമറ്റ പേരുകൾ ബഷീർ പിന്നാലെ സമ്മാനിച്ചു. സൗഹൃദം ബലപ്പെട്ടു. ഒരു രാത്രി എം.ടിക്കൊരു ഫോൺ. ബഷീറിന് സുഖമില്ല. ബേപ്പൂരിൽ ചെന്നപ്പോൾ ആളുകളെ വിരട്ടി കഠാരയുമായി ബഷീർ നിൽപ്പാണ്. മുളവടിയും മഴുത്തായയുമായി ഭ്രാന്തനെ ഒതുക്കാൻ നിൽക്കുന്നവർക്ക് നടുവിലൂടെ എം.ടിയും പട്ടുത്തുവിളയും അടുത്തു ചെന്നു. ശാന്തമായി സംസാരിച്ചു. അദൃശ്യ ശത്രുവിനെ തേടുകയാണ് ബഷീർ. അവൻ പുനലൂർ രാജന്റെ വേഷത്തിലും വരും എന്നാണ് ആശങ്ക. കയ്യിൽ വലിയ കഠാര. അതിനായി കൈ നീട്ടി എം.ടി. ബഷീർ കുത്തി. എം.ടി. കൈ വലിച്ചു ചോദിച്ചു, എന്താണിത്? വാസു എന്നെ തൊടരുത്, ഞാൻ എന്തെങ്കിലും ചെയ്യും. അവൻ ഏത് രൂപത്തിലും വരും. താളം തെറ്റിയ മനസ്സുമായി ബഷീർ തലയോലപ്പറമ്പിലേക്കെന്ന് പറഞ്ഞ കാറിൽ കയറ്റി. മുന്നിൽ എല്ലിൽ തൊടുന്ന കഠാരമുനയിൽ എം.ടി. ഇരുന്നു മണിക്കൂറുകളോളം. പിറ്റേന്ന് ശാന്തനായ ഗുരുവിനെ വല്ലപ്പുഴയുടെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതും എം.ടി. തന്നെ. ബഷീറിന്റെ കാമുകന്റെ ഡയറി എന്ന കൃതിയുടെ പേര് അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്നാക്കി മാറ്റിയതും എം.ടി. ആണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.